തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ജിബിൻ JB വിവരങ്ങളുമായി ചെന്നത്. ജിബിൻ, ഒരു ആത്മഹത്യയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ തേടൽ വളരെ പ്രധാനമാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് രാഷ്ട്രീയമായ കുറെ കൂടി സാമൂഹ്യമായ ഗൗരവം കുറെ കൂടി ഉണ്ടല്ലോ. വീട്ടിലേക്ക് എത്തിക്കുകയാണ്. BJP നേതാക്കളും RSS നേതാക്കളും ആരുമില്ലേ ഇയാളെ പരിപൂർണമായി ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്തയാൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്? ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയത്. സംസ്കാരം അല്പസമയത്തിനും വീട്ടുവളപ്പിൽ നടക്കും എന്ന വിവരമാണ്. ജിവിൻ, കേൾക്കാമെങ്കിൽ BJPയുമായി ഒരു ബന്ധമില്ലാത്തയാളാണ്, ഒരു നേതാക്കളും പ്രവർത്തകരും ഒന്നും എത്തിയില്ല. ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും സംസ്കാര ചടങ്ങിനോടുള്ള BJP നേതൃത്വത്തിന്റെ RSS നേതാക്കളുടെ പ്രതികരണം. ഞങ്ങളുമായി ബന്ധമേ ഇല്ലാത്തയാളാണ് എന്ന നിലയിലാണോ? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃക്കണ്ണാപുരത്തുള്ള വീട്ടിലേക്ക് ആനന്ദിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ആനന്ദിന്റെ അടുത്ത ബന്ധുക്കളും കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് പാർട്ടി പ്രവർത്തകരും മാത്രമാണ് ഉള്ളത്. മറ്റ് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നേതാക്കളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. മൃതദേഹം ഇപ്പോൾ വീട്ടില് ആണ് വെച്ചിട്ടുള്ളത്. ശബ്ദത്തിൽ വ്യക്തക്കുറവുണ്ട്. RSS പ്രവർത്തകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ ഈ പകലിൽ വന്നതാണ്. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ജീവൻ വെടിഞ്ഞു, ഒപ്പം അവർ സഹായിച്ചില്ല എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതേസമയം BJPയുമായി ഒരു ബന്ധമില്ല എന്ന നിലപാട് BJP ജില്ലാ നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, RSSുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. RSSന്റെ പ്രാദേശികമായ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്, സീറ്റിന് വേണ്ടി ശ്രമിച്ചയാളാണ്, കഴിഞ്ഞ ദിവസം ശിവസേനയിൽ ചേർന്നതാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ പിന്നീട് അതിന് പിന്നാലെ പുറത്തു വന്നു. അതേസമയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ RSS പ്രവർത്തകരുടെയും BJP നേതാക്കളുടെയും സാന്നിധ്യം ഉണ്ടാകാത്തതും വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുമായി ബന്ധമില്ലാത്ത വിഷയം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനുള്ള ശ്രമമാണോ ജിബിൻ ഇപ്പോഴും നടക്കുന്നത്? ജിബിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിസങ്കടകരമായ സാഹചര്യമാണ് കുടുംബത്തെ സംബന്ധിച്ച്, ആ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ടായത്.